അഭിപ്രായങ്ങൾ പറയുന്നതിൽ KSU പരിധി വിടരുതെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പരിമിതികളുള്ള സംഘടനയാണ് KSU എന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും തമ്മിലുള്ള വിവാദങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം KSUവിനുണ്ട്. അവരെ സർക്കാരും പാർട്ടിയും കേൾക്കും. ആവശ്യമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുകയും ചെയ്യും. മറ്റൊരു വ്യാഖ്യാനവും ആ വിഷയത്തിൽ നൽകേണ്ടതില്ല. CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ DYFI ആയാലും SFI ആയാലും എന്തെങ്കിലും അഭിപ്രായം പറയാറുണ്ടോ? എന്ന് അധികാരമേൽക്കുന്നോ അന്നത്തോടുകൂടി അവർ ഭരണവിലാസം പാർട്ടിയായി അവർ മാറും. അതുപോലെയല്ല യൂത്ത് കോൺഗ്രസും KSU. അവരുടേതായ അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിക്കും. അതിനകത്ത് പാലിക്കേണ്ട ചില പരിധികളുണ്ട്. ആ പരിധികൾക്കകത്ത് നിന്നുകൊണ്ട് അഭിപ്രായം പറയുന്നതിൽ വിരോധമില്ല. എന്തെങ്കിലും അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും പാർട്ടി ആയാലും ഗവൺമെൻറ് ആയാലും KSUവിന് ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളിൽ അത് കേൾക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അത് കേൾക്കും. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കും. തള്ളേണ്ടത് തള്ളും. അതിനപ്പുറത്തുള്ള വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമില്ല. സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ സംഘടനകൾക്കൊക്കെ ഉണ്ട്. KC വേണുഗോപാൽ പക്ഷമാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്ന ആരോപണങ്ങളെയും അദ്ദേഹം തള്ളി. തങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒപ്പമുള്ളവരാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണ്. ACCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. എല്ലാവരും KC വേണുഗോപാലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അത് KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ. മുഖ്യമന്ത്രി ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ അംഗീകരിക്കുന്നില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും കമ്പാർട്ട്മെന്റ് തിരിച്ചതിനെ കാണേണ്ട കാര്യമില്ല. TCV തൃശൂർ.